നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കലാശക്കൊട്ടിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വ്യാഴാഴ്ച ശബ്ദകോലാഹലങ്ങളില്ലാത്ത പ്രചരണം. 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ശുഭപ്രതീക്ഷയോടെ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. മോദി പറയുന്ന 1000 വർഷത്തെ പ്ലാൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള പ്ലാനെന്ന് മന്ത്രി MB രാജേഷ്. ഇത് മതേതരത്വം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ്. ഓരോ വോട്ടും ഫാസിസത്തെ പ്രതിരോധിക്കുന്ന ആയുധമാകണമെന്നും മന്ത്രി. CPM-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ കമ്പിൽ കൊടികെട്ടുന്ന CPM-ന്റെ വീമ്പ് പറച്ചിൽ ജനം കേൾക്കുന്നത് പുച്ഛത്തോടെ. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ച് നടൻ രമേശ് പിഷാരടിയും. പത്തിരിപ്പാല നഗരിപ്പുറത്ത് റിംഗ് ഇറക്കുന്നതിനിടെ കിണറിൽ വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് തടുക്കശ്ശേരി പുത്തൻപുര വീട്ടിൽ 37 വയസ്സുള്ള വിജീഷ്. കുത്തനൂരിൽ വയോധികൻ മരിച്ചത് സൂര്യതാപമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേഹമാസകലം പൊള്ളലോടെ കഴിഞ്ഞ ദിവസം വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുത്തനൂർ സ്വദേശി ഹരിദാസനെ. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF V4 സഖ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി. ചട്ടവിരുദ്ധമായ ഒരു പ്രവർത്തനവും താൻ നടത്തിയിട്ടില്ല. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ചെയർപേഴ്സൺ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി പത്തിരിപ്പാല ടൗൺ. നഗരത്തിൽ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാക്കാൻ ഇനിയും നടപടിയായില്ല. അനുദിനം വികസിക്കുന്ന നഗരത്തിൽ സുഗമമായ വാഹന ഗതാഗതത്തിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലാകുമെന്ന് ആശങ്ക. ഭക്തിയുടെ നിറവിൽ ചന്ദ്രപ്പൊങ്കാല. ഈതലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തത് നൂറുകണക്കിന് സ്ത്രീകൾ. ചന്ദ്രപ്പൊങ്കാല കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്യപൂർവം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. വേനൽച്ചൂടിന്റെ കാഠിന്യം അതിജീവിച്ച് 1.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം രാജകീയമായാണ് കൊട്ടിക്കലാശിച്ചത്. വാദ്യമേളകളും മുദ്രാവാക്യങ്ങളും പാർട്ടി പതാകകളുമായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കലാശക്കൊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പ്രചരണ രംഗത്ത് ദൃശ്യമായ വാശിയുടെയും ആവേശത്തിന്റെയും സൂപ്പർ ഷോ ആയിരുന്നു കൊട്ടിക്കലാശം. UDF, LDF, NDA പ്രവർത്തകർ ഓരോ കേന്ദ്രങ്ങളിലും നിറഞ്ഞാടിയപ്പോൾ തെരുവുകൾ ആവേശക്കടലായി. വാദ്യങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും പ്രകമ്പനത്തിൽ നഗരഗ്രാമവീഥികൾ ത്രസിച്ചു. കൂറ്റൻ പതാകകൾ ആകാശത്തെ തലോടി. പാലക്കാട് മണ്ഡലത്തിലെ പ്രചരണ സമാപനത്തിൽ ജില്ലാ ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായത്. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങിയ നഗരപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലയിലെ നിശ്ചിത കേന്ദ്രങ്ങളിലും കലാശക്കൊട്ട് അതിഗംഭീരമായി. ആലത്തൂർ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ആവേശത്തിന്റെ തീക്കാറ്റ് വിതച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശിച്ചത്. UDF, NDA, LDF സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുടെ ആവേശത്തിൽ പങ്കാളികളായി. മണ്ഡലത്തിന്റെ പാലക്കാട്, തൃശൂർ ജില്ലാ പരിധിയിൽ ഉൾപ്പെടുന്ന വിവിധ കേന്ദ്രങ്ങളിൽ ആവേശം വാനോളമുയർന്നു. ഇനി ശബ്ദകോലാഹലങ്ങളില്ലാത്ത പ്രചരണത്തിന്റെ ദിനമാണ്. 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. വിവിധ ബ്യൂറോകൾക്കൊപ്പം STV ന്യൂസ്, ഷൊർണൂർ. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്.
പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ ഒരുക്കങ്ങൾ പട്ടാമ്പി താലൂക്കിൽ പൂർത്തിയായി. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ്. വ്യാഴാഴ്ച രാവിലെ 10-ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും. പട്ടാമ്പി താലൂക്കിലെ തൃത്താല, പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളിലേക്ക് വിതരണം ചെയ്യാനുള്ള പോളിംഗ് സാധന സാമഗ്രികൾ എല്ലാം സജ്ജമായി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10-ന് സാധന സാമഗ്രികൾ വിതരണം ചെയ്യും. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലേക്ക് പ്രത്യേകം കൗണ്ടറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പിക്ക് 16 കൗണ്ടറുകളും തൃത്താലയ്ക്ക് 16 കൗണ്ടറുകളുമാണ് ഉണ്ടായിരിക്കുക. പട്ടാമ്പി മണ്ഡലത്തിൽ 162 ബൂത്തുകളും തൃത്താല മണ്ഡലത്തിൽ 159 ബൂത്തുകളും ഉണ്ട്. പോലീസിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെൻസിറ്റീവ് ബൂത്തുകളും ഉണ്ട്. ഇവിടെ മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. കൂടാതെ എല്ലാ ബൂത്തുകളിലും CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർ, പോലീസ്, BLO, സെക്ടർ ഓഫീസർമാർ തുടങ്ങി 1500ഓളം ഉദ്യോഗസ്ഥർ 2 മണ്ഡലങ്ങളിലേക്കും ഡ്യൂട്ടിക്കായി ഉണ്ടായിരിക്കും. സാധന സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളും സജ്ജമായി കഴിഞ്ഞു. പട്ടാമ്പി RO സച്ചിൻ കൃഷ്ണ, തൃത്താല RO ഉഷ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ സ്ട്രോങ് റൂമിൽ നിന്നും പോളിംഗ് സാധന സാമഗ്രികൾ എടുത്ത ശേഷം 10 മണിക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി പോളിംഗ് സാധന സാമഗ്രികളുടെ വിതരണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. 16 കൗണ്ടറുകളായിട്ടാണ് നമ്മൾ പോളിംഗ് സാമഗ്രികൾ കൊടുക്കാൻ പോകുന്നത്. അതിന് പുറമെ മറ്റ് കൗണ്ടറുകൾ വേറെ ഉണ്ടാവും. രാവിലെ 10 മണിക്ക്, നാളെ രാവിലെ 10 മണി മുതൽ പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങും. അത് ഒരു ഉച്ചയോടെ കൂടി കംപ്ലീറ്റ് ആവും. ഉച്ചയോട് കൂടിയിട്ട് എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ഇവിടുന്ന് അവർക്ക് നിയോഗിക്കപ്പെട്ട വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എസ്കോർട്ട് വഴി യാത്രയാവും. ഉച്ചയോട് കൂടിയിട്ട് എല്ലാവരും പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മോദി പറയുന്ന 1000 വർഷത്തെ പ്ലാൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള പ്ലാനാണെന്ന് മന്ത്രി MB രാജേഷ്. മതേതരത്വം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും മന്ത്രി പറഞ്ഞു. LDF ഒങ്ങലൂർ പഞ്ചായത്ത് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി MB രാജേഷ്. ഇതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടർമാർക്ക് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഏത് ഗവൺമെന്റ് വേണമെന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ 3/4 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഏത് ഇന്ത്യ വേണം എന്നിപ്പോൾ തെരഞ്ഞെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന, നമ്മളെല്ലാം ജനിച്ചു വളർന്ന ജനാധിപത്യ ഇന്ത്യ, മതനിരപേക്ഷ ഇന്ത്യ നിലനിൽപ്പിന്റെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു ആപൽഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-ന് ശേഷം ഇതേ ഇന്ത്യ, ഇതുവരെയുണ്ടായിരുന്ന ഇന്ത്യ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. യോഗത്തിൽ പ്രശാന്ത് അധ്യക്ഷനായി. NP വിനയകുമാർ, C അച്യുതൻ, AM നാരായണൻ മാസ്റ്റർ, PV രതീഷ്, TV ഗിരീഷ്, മറ്റു ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. നേരത്തെ നടന്ന റാലി ആവേശമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ റാലി പൂക്കുവടയിൽ നിന്നും ആരംഭിച്ച് ഓങ്ങല്ലൂർ സെൻട്രലിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പുതുനഗരത്ത് നടന്ന റോഡ് ഷോ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ആകെ മത്സരിക്കുന്നത് 19 സീറ്റിലാണ്. അതിൽ 15 സീറ്റും കേരളത്തിൽ. ഇവിടെ ഒരു സീറ്റിലും CPM ജയിക്കില്ല. പിന്നെ എങ്ങനെ അവർ ഇന്ത്യ ഭരിക്കും? മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ സഹായത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ കമ്പിലല്ലാതെ CPM-ന് കൊടികെട്ടാൻ വേറെ ഇടമില്ലെന്ന് കേരളത്തിലെ സഖാക്കൾ ഓർക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ തരം വർഗീയത ഈ രാജ്യത്ത് പറയുമ്പോൾ അതിനെ ചെറുക്കാൻ ആർക്കാ കഴിയാം? ഇവർക്ക് നമ്മൾ പരിശീലിക്കുമ്പോൾ ഞങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്. വല്ലാത്തൊരു പറച്ചിലാണ്.
കോൺഗ്രസ് അവിടെ മോഡി പറഞ്ഞ വർഗീയതയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു. കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടാൻ നോക്കുന്നു. കാരണം എന്താ? കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുന്നണി ഇന്ത്യയിലെ എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെയുള്ള പാർട്ടികൾ BJPയെ തോൽപ്പിക്കാൻ ഇന്ത്യയിലെ എല്ലാ സീറ്റിലും മത്സരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ന്യൂനപക്ഷത്തെയും രക്ഷിക്കാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന CPM-ഉം അവരുടെ മുന്നണിയും ആകെ മത്സരിക്കുന്നത് 19 സീറ്റിലാണ്. വെറും 19 സീറ്റിൽ. ആ 19 സീറ്റിൽ ഇന്നത്തെ പരസ്യം, പത്രത്തിലൊക്കെ ഉള്ള പരസ്യം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പരസ്യം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ആ രക്ഷിക്കാൻ പോകുന്ന ആളുകൾ മത്സരിക്കുന്നു തന്നെ 19 സീറ്റിലുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം കേരളത്തിലാണ്. കേരളത്തിൽ ഇടതുമുന്നണി പാർലമെന്റിലേക്ക് മത്സരിച്ചാലുള്ള കഥ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണല്ലോ. ഒറ്റൊന്ന് കൂട്ടികളില്ല. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAM കരീം, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TA സിദ്ദിഖ്, സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം MM ഹമീദ്, തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM അമീർ, ജില്ലാ ലീഗ് സെക്രട്ടറി MH മുജീബ് റഹ്മാൻ, നെന്മാറ നിയോജകമണ്ഡലം പ്രസിഡന്റ് AK ഹുസൈൻ, സെക്രട്ടറി ഇക്ബാൽ പുതുനഗരം, ട്രഷറർ അബ്ബാസ് ഹാജി, ചേലക്കര നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് യൂസഫ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CA റഷീദ് ഹാജി, സെക്രട്ടറി TA നൂർജഹാൻ, MA ഇബ്രാഹിം ഷാ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുധീര ഇസ്മായിൽ, റസൂൽ ഹക്ക്, സഹീറ അബ്ബാസ്, ദളിത് ലീഗ് സംസ്ഥാന ട്രഷറർ S കുമാരൻ, M യാക്കൂബ്, U ശാന്തകുമാർ, അമീർ ഹുസൈൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. പുതുനഗരത്തിന്റെ മണൽത്തടികളെ തുറകച്ചാർത്തണിയിച്ചുകൊണ്ട് കടന്നു വരുന്ന വഴികളിൽ 1000 മുല്ലപ്പൂകൾ വിജയിച്ചുകൊണ്ട് തർക്കികളുടെ നടപടികളെ രാജ്യഭരിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF-നെ ശക്തിപ്പെടുത്താൻ നടൻ രമേശ് പിഷാരടി എത്തിയത് ആവേശമായി. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടഭ്യർത്ഥനയ്ക്കായാണ് രമേശ് പിഷാരടി ഓങ്ങല്ലൂർ സെന്ററിലെത്തിയത്. UDF-നെ ശക്തിപ്പെടുത്തണമെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിലെത്തണമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. മിമിക്രി കലാകാരനും നടനുമായ രമേശ് പിഷാരടി ഓങ്ങല്ലൂരിൽ എത്തിയത് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടഭ്യർത്ഥനയ്ക്കായി. ഓങ്ങല്ലൂർ സെന്ററിൽ നടൻ എത്തിയതോടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പ്രവർത്തകർക്കും നേതാക്കൾക്കും ആവശ്യമായി. UDF-നെ ശക്തിപ്പെടുത്തണമെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരണമെന്നും നടൻ രമേശ് പിഷാരടി പറഞ്ഞു. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവർ ഉറപ്പായും ചെയ്യുമെന്ന് പറയാൻ പരമാവധി ആളുകളോട് പറയുക, നമുക്ക് തെറ്റുകൾ ഇനി പറ്റരുത്. നിരന്തരമായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പലരുടെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇനി നമുക്ക് താങ്ങാവുന്നതല്ല. അവസാനം വോട്ടെണ്ണി കഴിയുമ്പം മറുപക്ഷത്തൊക്കെ സപ്ലൈക്കോയിൽ സ്ഥാനങ്ങൾ ഇരിക്കുന്ന പോലെ കുറച്ച് കാണാവുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ആയിരിക്കണം. നമുക്ക് ബാക്കി എല്ലാ വോട്ടുകളും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വെയിലത്താണ് നിൽക്കുന്നത് എന്നത് പരിഗണിച്ചുകൊണ്ടും സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ, റിയാസ് മുക്കോളി, PK കുഞ്ഞാലൻ മാസ്റ്റർ, മറ്റു ഘടകകക്ഷി നേതാക്കളും ഉണ്ടായിരുന്നു. തുടർന്നും പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥന നടത്തിയ സ്ഥാനാർത്ഥി ഉച്ചയ്ക്ക് ശേഷം പാലക്കാട്ടേക്ക് തിരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ഭാരത് ജോഡോ ന്യായ് യാത്ര ദേശീയ കോർഡിനേറ്റർ അഷ്റഫ് രാങ്ങാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി പറയുന്നു, നരേന്ദ്രമോദിക്ക് ഹിന്ദുമത വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം നമ്മളെല്ലാം, എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെല്ലാം മണ്ഡലകാലമായാൽ 40 നാൾ വ്രതമനുഷ്ഠിക്കും ശബരിമലയിലേക്ക് പോകാൻ. 40 നാൾ മകരമാസത്തിന്റെ മരം കോച്ചുന്ന തണുപ്പിൽ രാവിലെ പുഴയിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ കുളിച്ച് ശുദ്ധിയായി ഭക്ഷണത്തോട് പോലും അകലം പാലിച്ച്, മിതത്വം പാലിച്ച്, ഭാര്യയോട് പോലും അകലം പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശാരീരിക മാനസിക ശുദ്ധി ഉറപ്പുവരുത്തിയിട്ടാണ് അയ്യനെ കാണാൻ ശബരിമലയിലേക്ക് പോകുന്നത്. സ്വാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞ് ആ അയ്യനെ കാണാൻ പോകുമ്പോൾ
അയ്യൻ അവിടെ ചെല്ലുമ്പോൾ ഈ വിശ്വാസികളോട് പറയുന്നത്, കേറി വാടാ മക്കളെ എന്ന് 500 പറയുന്നത് പോലെ പറയുകയല്ല ചെയ്യുന്നത്. അയ്യൻ പറയുന്നത്, എൻ്റെ അടുത്ത സുഹൃത്തായ ബാബരുണ്ട്, അയാൾക്ക് കാണിക്ക അർപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാലേ ഞാൻ സംപ്രീതനാകൂ എന്ന് പറയുന്ന അയ്യപ്പന്റെ മതമാണ് നമ്മുടെ മതം. അതാണ് യഥാർത്ഥ ഹിന്ദു മതം. ചടങ്ങിൽ UDF ചെയർമാൻ NF വർഗീസ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ K നാരായണൻകുട്ടി, PV സുലൈമാൻ, പ്രസാദ് ആറ്റൂർ, KA മുഹിയുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, PV അലി, PM അലി, KA നൌഷാദ്, ജയശ്രീ, ആയിഷ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. KMA ബക്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീയേഷ് നരിപ്പറ്റ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. ഷൊർണൂർ ടൗണിൽ നടന്ന പൊതുയോഗം KPCC മീഡിയ സെൽ മലപ്പുറം കോർഡിനേറ്റർ അഷ്റഫ് രാങ്ങാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ ഇടതില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ രാജ്യത്ത് തന്നെ ഇല്ല, പിന്നെ ഡൽഹിയിൽ മാത്രമായിട്ടുണ്ടാവൂ. ഒരു ഓട്ടോറിക്ഷയിൽ പോകാനുള്ള MP ഇന്ന് CPM-നുള്ളൂ. അത് കഴിഞ്ഞ് ഇനി ഒരു മോട്ടോർ സൈക്കിളിൽ പോകാനുള്ള MP മാത്രമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പാർട്ടി മാറാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 3 വിഭാഗം ആളുകളാണ് പ്രധാനമായും മത്സരിക്കുന്നത്. ഒന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ആണ്. അവർക്ക് ഈ രാജ്യത്തെ കട്ടും വിറ്റും തിന്നതിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുകൂടി മുഴുവനാക്കാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. പിന്നെയുള്ളത് പിണറായി വിജയനും പ്രകാശ് കാരാട്ടും ബീട്രൂട്ടും ഒക്കെയാണ്. ഓല് മത്സരിക്കുന്നത് ഈനാമ്പേച്ചിയും മരപ്പൊട്ടിയും അടുത്ത തെരഞ്ഞെടുപ്പിന് ചിഹ്നമാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. മൂന്നാമതൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു, മത്സരിക്കുന്നു. എന്തിന്? ഗാന്ധിയുടെ ഘാതകർ ഇനിയും ഈ രാജ്യം ഭരിക്കരുത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി. UDF കൺവീനർ TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, TM യൂസഫ് ഹാജി, ശരൺജിത്ത് P താഹിർ, T സീന, ശ്രീകലാരാജൻ, മുഹമ്മദ് ആഷിഖ്, CV പ്രവീൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശവുമായി വെൽഫെയർ പാർട്ടി കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മോഹനൻ കോട്ടായി അധ്യക്ഷനായി. തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു തരൂർ തെരഞ്ഞെടുപ്പ് നിലപാടുകൾ വിശദീകരിച്ചു. B ഷംസുദ്ദീൻ, VV സുലൈമാൻ എന്നിവർ സംസാരിച്ചു. പതിരിപ്പാല നഗരിപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറിൽ റിംഗ് ഇറക്കുന്നതിനിടെ കിണറിനകത്തേക്ക് വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തടുക്കശ്ശേരി പുത്തൻപുര വീട്ടിൽ 37-കാരൻ വിജീഷാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:15 സംഭവം. റിംഗ് ഇറക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനിടെ കിണറിന് മുകൾ ഭാഗത്ത് നിൽക്കുകയായിരുന്ന വിജീഷ് കാൽവഴുതി കിണറിനകത്തേക്ക് വീഴുകയായിരുന്നു. കോങ്ങാട് ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തെത്തി പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സ് ASI ജയകുമാർ, C മനോജ്, PV ഷിബു, രാജീവ്, ആരിഫ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഉള്ളില് റിങ് വാർത്ത് ഉള്ളിൽ തന്നെ പണിയാണ്. ആ സമയത്ത് മുകളിൽ നിന്ന് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിരുന്ന ആള് താഴെ റിങ്ങിന്റെ ഉള്ളിലേക്ക് വീഴുകയും ഉള്ളിൽ നിന്ന ആളുടെ പുറത്ത് തട്ടി വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി പിന്നെ തുണി വന്നില്ല. അങ്ങനെയാണ് ഞങ്ങളെ സഹായിക്കാൻ വിളിക്കുന്നത്. ഞങ്ങൾ വന്ന് ആളെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത്. പോലീസ് പാർട്ടി, മങ്കർ പോലീസ് പാർട്ടി ഉണ്ടായിരുന്നു. ആളെ ഇവിടെ NMC ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആള് വിജീഷ്, 37 വയസ്സ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി നഗരസഭയിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF V4 മുന്നണി സഖ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വ്യക്തമാക്കി. ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ താൻ നടത്തിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു UDF അംഗങ്ങൾ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. UDF അംഗങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വ്യക്തമാക്കി. എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നത് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. ആക്ട് അനുസരിച്ച് മാത്രമേ താൻ പ്രവർത്തിക്കുന്നുള്ളൂ. തനിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസത്തെ LDF V4 മുന്നണി സഖ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്നും O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. ഇന്നലെ കൊടുന്ന അവിശ്വാസം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു
അവതരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരണയോട് കൂടിയിട്ടുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുതന്നെ ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചട്ടവിരുദ്ധമായിട്ടൊന്നും ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഭരിക്കുന്നത് CPM V4 മുന്നണിയാണ്. തീർച്ചയായും 16 അംഗങ്ങളും അതിന് ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാകാതെ വീർപ്പുമുട്ടി പത്തിരിപ്പാല നഗരം. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. അന്തരിച്ച മുൻ MLA KV വിജയദാസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് സംവിധാനത്തിനായി ശ്രമം തുടങ്ങിയിരുന്നുവെങ്കിലും നാളിതുവരെയായും നടപടിയായില്ല. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാനപാതയിൽ ഒറ്റപ്പാലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന നഗരമാണ് പത്തിരിപ്പാല. മങ്കര, മണ്ണൂർ, ലക്കിടിപ്പേരൂർ തുടങ്ങി 3 പഞ്ചായത്തുകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് പത്തിരിപ്പാല ടൗൺ. ദിനംപ്രതി 100 കണക്കിന് ബസ്സുകൾ 3 ഭാഗത്തു നിന്നും എത്തുമ്പോൾ മതിയായ ട്രാഫിക് സംവിധാനമില്ലാത്തതിനാൽ റോഡ് മുറിച്ചു കടക്കാനാവാതെ വലയുന്നത് കാൽനട യാത്രക്കാരാണ്. മിനിറ്റുകളോളം കാത്തുനിന്ന് വേണം റോഡ് മുറിച്ച് കടന്നു പോകാൻ. കൂടാതെ അനധികൃത പാർക്കിങ്ങും ഗതാഗത തടസ്സത്തിന് ഇടവരുത്തുന്നു. രാവിലെയും വൈകുന്നേരവും മങ്കര പോലീസിന്റെ സേവനമുണ്ടെങ്കിലും മറ്റു സമയങ്ങളിൽ ലഭ്യമല്ല. സമീപത്തെ സ്കൂളുകളിലും കോളേജുകളിലുമായി 4000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനാൽ സ്കൂൾ തുറന്നാൽ ഏറെ തിരക്ക് അനുഭവപ്പെടും. പത്തിരിപ്പാല നഗരത്തിൽ സിഗ്നൽ സംവിധാനം കൊണ്ടുവന്ന് യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സുഗമമായ മുന്നോട്ടുപോക്കിനുള്ള സൗകര്യമൊരുക്കണമെന്നതാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. നമ്മളെ ഏകദേശം ഹയർ സെക്കൻഡറി സ്കൂള്, കോളേജ്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം പ്രധാനപ്പെട്ട ഭാഗമായ പത്തിരിപ്പാല സെൻറ്ററിൽ ഏകദേശം ഒരുപാട് യാത്രക്കാരും ബസ്സുകളും മറ്റും നിൽക്കുന്ന പ്രധാനമായിട്ടുള്ള കേന്ദ്രമാണ്. ഇവിടെ തീർച്ചയായിട്ടും ബസ്സുകൾ പാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഭരണാധികാരി ഇടപെട്ട് ഇവിടെ സിവിൽ സംവിധാനം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായതോടെ വടക്കാഞ്ചേരി തെക്കുംകരയിൽ കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുന്നു. 4 പതിറ്റാണ്ടായി കാർഷിക വൃത്തിയിൽ ജീവിതത്തിന്റെ പച്ചപ്പ് തേടുന്ന സേവ്യർ എന്ന കർഷകരും പറയാനുള്ളത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിർഭാഗ്യകരമായ സാഹചര്യത്തെക്കുറിച്ചാണ്. മലയോര കാർഷിക ഗ്രാമമായ തെക്കുംകര കല്ലമ്പാറയിൽ 1.5 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലം വന്യജീവി ശല്യത്താൽ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് സേവ്യർ. 40 വർഷമായി ഈ കൃഷിയിടത്തിൽ ഇദ്ദേഹം കൃഷി ചെയ്തു വരികയായിരുന്നു. ജൈവരീതിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴയും പച്ചക്കറി, കപ്പ, കൂവ എന്നീ കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ കാട്ടുപന്നികളുടെയും മയിലിൻ്റെയും ശല്യം രൂക്ഷമായതോടെ പൂർണ്ണമായും കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയായി. ഓണവിപണി ലക്ഷ്യം വെച്ച് 300ഓളം വാഴകളും തിരുവാതിരയ്ക്ക് വേണ്ട കൂവ കൃഷിയും നിത്യച്ചെലവിനായുള്ള പച്ചക്കറിയുമാണ് ഈ കൃഷിയിടത്തിൽ ചെയ്തു വന്നിരുന്നത്. കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങൾ അവലംബിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലമെന്ന് സേവ്യർ പറയുന്നു. അടുത്തിടെയായി മയിലിൻ്റെ ശല്യവും അതിരൂക്ഷമാണ്. വിളകളുടെ കൂമ്പ് പോലും മയിൽ കൊത്തി നശിപ്പിക്കുന്നതായും സേവ്യർ പറയുന്നു. അതെ, ഞാൻ കല്ലമ്പാറ സ്വദേശിയാണ്. ഞാനൊരു പഴയ കൃഷിക്കാരനാണ്. 1 ഏക്കർ ചില്ലാന എനിക്ക് സ്ഥലമുണ്ട്. ഞാൻ അവിടുത്തെ ആ ഭാഗത്ത് മുഴുവൻ ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ വയ്ക്കും. അത് നാടൻ രീതിയിലും മറ്റോ ഇംഗ്ലീഷ് വളമോ കാര്യങ്ങളൊന്നും ഇഷ്ടംപോലെ ചാണകവും വാട്ടുകാട്ടൊക്കെ ഇട്ടാണ് ചെയ്യാറ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇതൊക്കെ ഒരിക്കലും പറ്റാത്ത കിണറുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് മറ്റേ കൂവ നടും, കുറച്ച് ഭാഗത്ത് കൊല്ലി നടും, പിന്നെ കുറച്ച് പച്ചക്കറി കോവൽ നടും. ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ കൃഷി കൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തിൽ കുറയാണ്ടായി കാട്ടുപന്നിയുടെ ശല്യവും മയിലിൻ്റെ ശല്യവും യാതൊരു സാധനവും കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്ത വിധത്തിൽ കടക്കാരനായി ഞാൻ ചെയ്ത് ഈ വർഷം ഒരു 19,000 രൂപയൊക്കെ ചെറിയതൊക്കെ വേലി കെട്ടി ഷീറ്റ് കിട്ടി ഇതൊക്കെ ഉണ്ട്. എന്നാലും ശരി കുത്തി തുറന്ന് മാന്തി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് ഉദ്ദേശമില്ലാത്ത വിധം കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു 10-73 വയസ്സായി. നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് ചോദിച്ചാൽ അതിനും ഒരു മാർഗ്ഗമല്ലേ പന്നികളുടെയും മയിലിൻ്റെയും ശല്യം കാരണം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ സ്ഥലം വരെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് പോലും ഒരു വിഷമം. നല്ല 1.5 സൂപ്പർ സ്ഥലമൊക്കെ തന്നെയാണ്. ഒരു കാലത്തും പറ്റാത്ത വെള്ളമുണ്ട്, നല്ല പറമ്പ് തന്നെയാണ്. എന്ത് പറഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം? ആകെ തോറ്റു. 1 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ച 1000കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ഇപ്പോൾ പാഴായി കിടക്കുകയാണ്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുമ്പോൾ പലപ്പോഴും
ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. കൃഷിഭവനിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും സേവ്യർ കുറ്റപ്പെടുത്തി. ആടും പശുവും കോഴിയുമെല്ലാമായി സമ്മിശ്ര ജൈവ കൃഷിരീതികളാണ് സേവ്യർ അനുവർത്തിച്ചു വന്നിരുന്നത്. കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പനയും നടത്തിയിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായി മുടക്കുമുതൽ പോലും ലഭിക്കാതെ വന്നതോടെയാണ് സേവ്യർ കൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചത്. അറ്റ വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടായിട്ടും കൃഷി ചെയ്യാനാവാത്തതിൻ്റെ നിരാശയിലാണ് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഞ്ചാബിലെ ഖാദിയാനിൽ നടക്കുന്ന സമ്മർ ക്യാമ്പിൽ പങ്കാളികളായി പാഞ്ഞാൾ വല്ലങ്ങിപ്പാറയിലെ കുരുന്നുകൾ. 15 ദിവസം നീണ്ടുനിൽക്കുന്ന വഖഫെ നൗ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികളോടൊപ്പം പാഞ്ഞാളിലെ 21 പേരടങ്ങുന്ന സംഘം പഞ്ചാബിലെ ഖാദിയാനിൽ എത്തിച്ചേർന്നു. 15 ദിവസം നീണ്ടുനിൽക്കുന്ന വൈജ്ഞാനിക, ധാർമ്മിക, ശാരീരിക ശിക്ഷണ ശിബിരങ്ങളിൽ പങ്കെടുത്ത് ധാർമ്മിക, ആധ്യാത്മിക വിഷയങ്ങൾ മനസ്സിലാക്കി ജാതിമത വർഗവർണ്ണഭേദമില്ലാതെ മുഴുവൻ മാനവരാശിയോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സഹാനുഭൂതിയോടെയും പെരുമാറിക്കൊണ്ട് സൃഷ്ടികർത്താവായ പ്രപഞ്ചനാഥനിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗം സുഗമമാക്കുകയാണ് ഇത്തരം ക്യാമ്പുകളുടെ പ്രധാന ഉദ്ദേശമെന്ന് കോർഡിനേറ്റർമാരായ മൗലവി PA ഗുലാം അഹമ്മദ് ചേലക്കര, മൗലവി T ജംഷാദ് മുക്കം, മൗലവി KY ഷംസുദ്ദീൻ കാവശ്ശേരി, മൗലവി CG നസീർ ലക്ഷദ്വീപ്, മൗലവി അബ്ദുസലാം മഞ്ചേശ്വരം, നാജിദ് അഹമ്മദ് ഗാദിയാൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി മുളഞ്ഞൂരിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ താലിമാല കവർന്ന സംഭവത്തിൽ റെയിൽവേ ജീവനക്കാരൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. വീട്ടിന SRK നഗർ ചമ്പക്കര വീട്ടിൽ പ്രശാന്ത്, റെയിൽവേ ജീവനക്കാരൻ കയറമ്പാറ ആലിക്കൽ വീട്ടിൽ അശോക് കുമാർ എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. മുളഞ്ഞൂർ മന്നത്തുകാവ് പറമ്പിൽ ശേഖരന്റെ ഭാര്യ 39 വയസ്സുള്ള രമയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം അപഹരിച്ചത്. അറസ്റ്റിലായ അശോക് കുമാർ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിലെ ഗേറ്റ് കീപ്പറാണ്. ഏപ്രിൽ 18-ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന വാഴത്തോട്ടം നനയ്ക്കുന്നതിനായി രമ പോകുന്നതിനിടയിൽ ബൈക്കിലെത്തിയ അശോക് കുമാറും പ്രശാന്തും വഴി ചോദിക്കാനെന്ന വ്യാജേന അടുത്തെത്തുകയായിരുന്നു. തുടർന്ന് പിന്നിലിരുന്ന റെയിൽവേ ജീവനക്കാരനായ അശോക് കുമാർ മാല വലിച്ചു പൊട്ടിച്ചു. രമ ഒറ്റപ്പാലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV നിരീക്ഷണ ദൃശ്യങ്ങളും പ്രതികൾ ഉപയോഗിച്ച സ്കൂട്ടറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. സ്കൂട്ടർ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും സ്കൂൾ പഠനകാലം മുതൽ ഉറ്റ സുഹൃത്തുക്കളാണ്. ASP രാജേഷ് കുമാർ, CI TP ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ SIമാരായ ജയപ്രദീപ്, റഷീദ് അലി, SCPOമാരായ H ഹർഷാദ്, K ജയരാജൻ, സജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുത്തനൂരിൽ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികന്റെ മരണകാരണം സൂചിതാപമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുത്തനൂർ പനയങ്കടം വീട്ടിൽ 65 വയസ്സുകാരനായ ഹരിദാസനെയാണ് ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി വീടിന് സമീപത്തെ വയലിൽ ദേഹമാസകലം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂര്യാഘാതമേറ്റാണ് മരണം സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയത്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും ഇനി സ്പീക്കറുകളും പൊതുമൈക്ക് സംവിധാനവും. കാനറ ബാങ്ക് CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഓരോ ക്ലാസ് മുറികളിലേക്കുമുള്ള ശബ്ദ സംവിധാനങ്ങൾ കൈമാറിയത്. കാനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ VC സത്യപാൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് MM ഹനീഫ അധ്യക്ഷനായി. കാനറ ബാങ്ക് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ S മോഹനചന്ദ്രൻ, ഡിവിഷണൽ മാനേജർ റീജിയണൽ KK അനിൽകുമാർ, പ്രിൻസിപ്പൽ M പ്രീതി, പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു, സുബിൻ ചെറുതുരുത്തി, KK സുജിത തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ക്ലാസ് മുറികളിലും സ്പീക്കറുകൾ, പൊതുമൈക്ക് സംവിധാനങ്ങളടക്കം 3 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രശസ്തിയാർജിച്ച മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ ചന്ദ്രപൊങ്കാല മഹോത്സവം നടന്നു. 100 കണക്കിന് സ്ത്രീകൾ പൊങ്കാല മഹോത്സവത്തിൽ പങ്കാളികളായി. മേടമാസത്തിലെ പൗർണമി നാളിൽ ഉദിച്ചുയരുന്ന ചന്ദ്രനെ കൈകൂപ്പി പാർവതി ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയും ആഗ്രഹം പറഞ്ഞും ചന്ദ്രപൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചാൽ ഈ വർഷത്തെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുമെന്നാണ് ഐതിഹ്യം. ക്ഷേത്രം ശാന്തി രാജീവിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകമായി പൂജിച്ച ദ്രവ്യങ്ങളും നിലവിളക്കുമായി ചന്ദ്രപൊങ്കാല നടക്കുന്ന സ്ഥലത്തേക്കെത്തി.
പ്രത്യേകമായി ഉണ്ടാക്കിയ അടുപ്പിലേക്ക് മുള്ളൂർക്കര കനറ ബാങ്ക് മാനേജർ പ്രിയങ്ക പങ്കജ് ഭദ്രദീപം കൊളുത്തിയതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് മൺപാത്രത്തിലെ വെള്ളത്തിൽ ഉണങ്ങലരി സ്ത്രീകൾ തയ്യാറാക്കിയ അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് തുടക്കം കുറിച്ചത്. അരി പാകമായി കഴിഞ്ഞാൽ ആദ്യം തിളച്ചു വരുന്ന പത പുറത്തുപോയാൽ ആ വർഷത്തെ എല്ലാ പാവങ്ങളും കഴുകിക്കളഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട്. തുടർന്ന് ശർക്കരയും നെയ്യും മറ്റുമിട്ട് വേവിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച ദ്രവ്യങ്ങൾ പായസത്തിലേക്ക് നൽകുന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങിന് സമാപനമാവുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസ്, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി. എപ്പോഴും ഇവിടെ വരണം, ഭഗവാനെ കാണണം, തൊഴണം എന്നൊക്കെ എപ്പോഴും അവർക്ക് തോന്നാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. കുറച്ച് കാലമായിട്ട് ഇവിടെ വന്നിട്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ജോലി എന്താണോ ആ ജോലി കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. എല്ലാവരോടും തന്മയത്വമായി പെരുമാറി എല്ലാവർക്കും എന്താണോ ആവശ്യം അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ വേണ്ട പ്രകാരം തന്നെ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കലാശക്കൊട്ടിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വ്യാഴാഴ്ച ശബ്ദകോലാഹലങ്ങളില്ലാത്ത പ്രചരണം. 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ശുഭപ്രതീക്ഷയോടെ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. മോദി പറയുന്ന 1000 വർഷത്തെ പ്ലാൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള പ്ലാനെന്ന് മന്ത്രി MB രാജേഷ്. ഇത് മതേതരത്വം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ്. ഓരോ വോട്ടും ഫാസിസത്തെ പ്രതിരോധിക്കുന്ന ആയുധമാകണമെന്നും മന്ത്രി. CPM-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ കമ്പിൽ കൊടികെട്ടുന്ന CPM-ന്റെ വീമ്പ് പറച്ചിൽ ജനം കേൾക്കുന്നത് പുച്ഛത്തോടെ. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ച് നടൻ രമേശ് പിഷാരടി. പത്തിരിപ്പാല നഗരിപ്പുറത്ത് റിംഗ് ഇറക്കുന്നതിനിടെ കിണറിൽ വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് തടുക്കശ്ശേരി പുത്തൻപുര വീട്ടിൽ 37 വയസ്സുള്ള വിജീഷ്. കുത്തനൂരിൽ വയോധികൻ മരിച്ചത് സൂര്യതാപമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേഹമാസകലം പൊള്ളലോടെ കഴിഞ്ഞ ദിവസം വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുത്തനൂർ സ്വദേശി ഹരിദാസനെ. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF V4 സഖ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി. ചട്ടവിരുദ്ധമായ ഒരു പ്രവർത്തനവും താൻ നടത്തിയിട്ടില്ല. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ചെയർപേഴ്സൺ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി പത്തിരിപ്പാല ടൗൺ. നഗരത്തിൽ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാക്കാൻ ഇനിയും നടപടിയായില്ല. അനുദിനം വികസിക്കുന്ന നഗരത്തിൽ സുഗമമായ വാഹന ഗതാഗതത്തിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലാകുമെന്ന് ആശങ്ക. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.